ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി നോക്കാം. ഷേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിലോട്ട് കുറച്ച് മുന്തിരിയുടെ സിറപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഈ സിറപ്പ് ആദ്യം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വാങ്ങിച്ചു വെച്ചേക്കുന്ന മുന്തിരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. മുന്തിരിയിലെ അഴുക്കും കാര്യങ്ങളൊക്കെ പോയി നല്ലപോലെ വൃത്തിയായി കിട്ടാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ വൃത്തിയാക്കി എടുത്തേക്കുന്ന നമ്മുടെ മുന്തിരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റേണ്ടതുണ്ട്. സിറപ്പ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കഴുകി വൃത്തിയാക്കിയ മുന്തിരി നമ്മൾ ഒരു 1.5 കപ്പ് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യണം. പഞ്ചസാര ആഡ് ചെയ്യണത് ഇതിൽ കാണിച്ചിട്ടില്ല, ബട്ട് നിങ്ങൾ ആഡ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് കുറുകി വരണം ഇത്. അതിനുശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. തണുപ്പിച്ചിട്ട് നമ്മൾ മിക്സിയിലോ ബ്ലെൻഡറിലോ ഒക്കെ ഇട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് നമ്മളിതിൻ്റെ കുരുവും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ. അപ്പോൾ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷേക്ക് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഷേക്കിന് ആകെ ആവശ്യമുള്ളത് കട്ടിയായിട്ടുള്ള പാല്, പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ്, പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന സിറപ്പ്. ഇത് നന്നായിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ കളറ് നന്നായിട്ടൊന്ന് ചേഞ്ച് ആവും. സിറപ്പ് ഉണ്ടാക്കുന്നത് മാത്രമാണ് നമുക്ക് കുറച്ച് ടൈം എടുക്കുന്ന കാര്യം. ബാക്കിയെല്ലാം നമുക്ക് വേഗം വേഗം ചെയ്യാവുന്നതാണ്. സിറപ്പ് ഉണ്ടാക്കി മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആരെങ്കിലും വരുമ്പോഴേക്കും ഇതുപോലെ ഷേക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.